Hi dear students, എൻ്റെ പേര് Mayarani എന്നാണ്. ഞാൻ നമ്മുടെ ന്യൂട്രീഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, ബയോളജി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ ന്യൂട്രീഷൻ, അല്ലേ? കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഇല്ലയെന്ന് തോന്നുന്നു, അല്ലേ? അമ്മയുടെ അടുത്തൊക്കെ വഴക്കുണ്ടാക്കി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ് ന്യൂട്രീഷൻ ഇൻ ഓർഗാനിസം. നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? എൻ്റെ കൂടെ നിന്നേക്കണം കേട്ടോ. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ പറയുമ്പോൾ ഒന്ന് കേട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടെ പറഞ്ഞ് ഉറക്കെ പഠിക്കാം. തുടങ്ങാം നമുക്ക്. ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്ന വേർഡ് എന്താ മീൻ ചെയ്യുന്നത്? വാട്ട് യു മീൻ ബൈ ന്യൂട്രീഷൻ? എന്താണ് ഈ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കി. ആഹാരം കഴിക്കുന്നുണ്ടല്ലേ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി, അങ്ങനെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത്? നമുക്ക് എനർജി കിട്ടാൻ. നമ്മൾ കുറേ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടല്ലേ, പഠിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, ഓടുന്നുണ്ട്. എത്ര ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്യുന്നത്? പെർട്ടിക്കുലർലി ഈ കൊറോണയുടെ സമയത്തൊക്കെ വീട്ടിലിരുന്നപ്പം ഭയങ്കര ആക്ടിവിറ്റീസ് ആയിരുന്നു, അല്ലേ? അപ്പോൾ ഇത്രയും ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് എനർജി. എവിടുന്ന് എനർജി കിട്ടും? ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ടുള്ള എനർജി നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന്, അല്ലേ? അല്ലാതെ എവിടുന്ന് കിട്ടാനാ? നമ്മൾ ഫുഡ് കഴിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടണം. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിക്കും വി നീഡ് എനർജി. സോ ആ എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്, അല്ലേ? ഇനി നിങ്ങൾ ആ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ ഇഡ്ഡലി കഴിക്കുന്നു, അല്ലെങ്കിൽ അപ്പം കഴിക്കുന്നു, ദോശ കഴിക്കുന്നു, പുട്ട് കഴിക്കുന്നു, അമ്മയോട് വഴക്കുണ്ടാക്കി പല സാധനങ്ങളും കഴിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ എന്ത് കഴിച്ചാലും നമ്മുടെ ബോഡിക്ക് ഇഡ്ഡലി കഴിച്ചാൽ ഇഡ്ഡലി ആയിട്ടോ, അല്ലെങ്കിൽ ബർഗറൊക്കെ കഴിച്ചാൽ ബർഗറായിട്ടോ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഫുഡ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഏറ്റവും കുഞ്ഞു ഫോമിലേക്ക് പോകണം. എങ്കിലല്ലേ നമുക്ക് എനർജി കിട്ടുള്ളൂ. അല്ലാതെ ഇഡ്ഡലി കഴിച്ചാൽ ഇഡ്ഡലിയെ സെല്ല് അക്സെപ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിക്കനെ സെല്ല് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എനർജി ഡിറൈവ് ചെയ്ത് തരാൻ പറ്റില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ വയറ്റിനകത്തേക്ക് പോയി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്തേക്ക് പോയി ബ്രേക്ക് ഡൗൺ ആയി കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ട് മാറും. ഈ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസിൽ നിന്നാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത്. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ പല ആക്ടിവിറ്റീസും ചെയ്യുന്നത്. പിന്നെ അമ്മ എപ്പോഴും പറയും, അല്ലേ, വെജിറ്റബിൾസ് കഴിക്കണം, സാലഡ്സ് കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പറയില്ലേ. നമുക്ക് എനർജിയോടൊപ്പം തന്നെ കുറേ റെഗുലേറ്റേഴ്സും വേണം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ എനർജി, ന്യൂട്രിയൻസും റെഗുലേറ്റേഴ്സും ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും നന്നായിട്ട് പഠിക്കാനും കളിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു ആസ്പെക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് ദ ബോഡി ഒബ്റ്റെയിൻ ഫുഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടുന്നത് പലതരത്തിലാണ്, അല്ലേ? നമുക്കെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങൾ, ഈവൻ പ്ലാന്റ്സ്, അവർക്കും വേണ്ടേ ഫുഡ്? പ്ലാന്റ്സിനും ജോലി ചെയ്യണമെങ്കിൽ എനർജി വേണം, അവർക്കും ഫുഡ് വേണം. വിത്തൗട്ട് ഫുഡ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും മൈക്രോ ഓർഗാനിസം ആയാലും ഹ്യൂമൻ ബീയിങ് ആയാലും എല്ലാം തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം ഫോർ ഗെറ്റിംഗ് എനർജി. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിലും വേറെ വേറെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, അമ്മ നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് വായിലൊക്കെ വെച്ച് തരും. ഒരു ആനിമലിനെ കുറിച്ച് നിങ്ങൾക്ക് പെറ്റ് ഡോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ, അവർ നമ്മൾ കഴിക്കുന്ന അതേ മോഡ് ഓഫ് ന്യൂട്രീഷനാണോ, അല്ലെങ്കിൽ അതേ രീതിയിലാണോ ഫുഡ് കഴിക്കുന്നത്? അല്ല. ഒരു കാക്കയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കഴിക്കുന്ന പോലെയാണോ കാക്ക കഴിക്കുന്നത്? അല്ല. ഇനി ഒരു പ്ലാന്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ, പ്ലാന്റ് മണ്ണിൽ നിന്നും അതിന് ആവശ്യമുള്ള സാധനങ്ങൾ വലിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മളെപ്പോലെയാണോ? അല്ല. അപ്പോൾ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഫുഡ് എടുക്കുന്ന രീതി, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന രീതി, ഫുഡ് കിട്ടുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദ ബോഡി ഒബ്റ്റെയിൻ ഫുഡ്. ബോഡിക്ക് എങ്ങനെയാണോ ഫുഡ് കിട്ടുന്നത്, ആ പ്രോസസ്സാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി ഫുഡ് കിട്ടിയാൽ മാത്രം മതിയോ? നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ. ചോറ് കഴിച്ചു, അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചു, ഇഷ്ടമുള്ളത് പറയാം. കഴിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിക്കുന്ന സാധനം ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നും എനർജി നമുക്ക് കിട്ടണം, ന്യൂട്രിയൻസ് നമുക്ക് കിട്ടണം. വേണോ വേണ്ടേ? സോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ന്യൂട്രീഷനിൽ പറയുന്നത്. ഒന്ന്, ദ വേ ബൈ വിച്ച് വി ആർ ടേക്കിംഗ് ഫുഡ്. രണ്ടാമത്തെ കാര്യം എന്താ? വി ആർ യൂട്ടിലൈസിങ് ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്.
നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, ആ ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ആണോ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ പഠിക്കുന്നു ന്യൂട്രീഷൻ. എന്താ നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എൻ ഓർഗാനിസം ഒബ്റ്റെയിൻസ് ഫുഡ്. ഫുഡ് കിട്ടുന്ന പ്രോസസ് പ്ലസ് വേറൊന്നുകൂടെ പറഞ്ഞല്ലോ, എന്താ അത്? ഇറ്റ് ഈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ന്യൂട്രിയൻസ് വാട്ട് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ്. ഫുഡിലുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ എടുക്കുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു, പ്ലസ് ഫുഡ് എടുക്കുന്നവ, അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഈ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു പോകണം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അറിയില്ല, ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ പറയണം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് പോവാം. പഠിക്കുമല്ലോ? യെസ്, തുടങ്ങാം. അപ്പോൾ ന്യൂട്രിയൻസ് നമ്മൾ പഠിച്ചു ഓൾറെഡി. ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തൊക്കെ ചേർന്നിട്ടാണ്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 പ്രോസസ്സ്. ഒന്ന്, ഹൗ വി ആർ ടേക്കിംഗ് ഫുഡ്. 2, ഹൗ വി ആർ യൂട്ടിലൈസിങ് ഇറ്റ്. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഫുഡ് എടുക്കുന്നു, പ്ലസ് ആ എടുക്കുന്ന ഫുഡ് എങ്ങനെയാണോ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നു, ഇത് രണ്ടിൻ്റെ ഒരു സം ടോട്ടൽ, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ന്യൂട്രീഷൻ. ഒന്നുകൂടെ നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ബോഡി ഒബ്റ്റെയിൻസ് ഫുഡ് ആൻഡ് യൂട്ടിലൈസ് ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഒബ്റ്റെയിനിങ് ഓഫ് ഫുഡ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ന്യൂട്രിയൻസ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ്, പലതരത്തിലുള്ള ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണോ ഫുഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഫുഡിൻ്റെ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ, പലതരത്തിലാണ് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ ബേസിസിൽ നമ്മൾ ആദ്യമായിട്ട് ഓർഗാനിസത്തിനെ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ആദ്യത്തേത് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഈ ഓട്ടോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഓട്ടോ എന്ന് പറയുന്ന വേർഡ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡാണ് കേട്ടോ. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നാണ്, സ്വന്തമായിട്ടെന്നാണ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ട്രോഫിക്? ട്രോഫിക് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ എന്നാണ്. ട്രോഫിക് എന്നൊക്കെ പറഞ്ഞാൽ ന്യൂട്രീഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓട്ടോട്രോഫിക് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബയോളജിയാണ്. ഇഫ് യു ആർ നോയിങ് ദ വേർഡ്സ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ തിങ്ക് അബൌട്ട് ദ വേർഡ് ഓട്ടോട്രോഫിക്. ദ വേർഡ് ഓട്ടോ മീൻസ് self and trophic means nutrition. So when you're hearing the word autotrophic, what you're understanding from that? They are having self nutrition. Means what? Plants in pratyekada enda? They are having the ability to prepare their own food materials. Ennalle padichirikkunne. Plantna without depending anybody, they are having the ability to prepare food materials. നമ്മൾ അങ്ങനെയാണോ? നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ പ്ലാന്റിന് അങ്ങനെയല്ല. പ്ലാന്റ് മണ്ണിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, മിനറൽസൊക്കെ വലിച്ചെടുത്ത് പ്ലാന്റ് തന്നെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ ഇറ്റ് ഈസ് സെൽഫ് ഡിപ്പെൻഡൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ എനി അതർ ഓർഗാനിസം. ആസ് ഇറ്റ് ഈസ് സെൽഫ് ഡിപ്പെൻഡൻറ്റ്, അതുകൊണ്ടാണ് വി ആർ കോളിംഗ് ദം ആസ് വാട്ട്? ഓട്ടോട്രോഫ്സ്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്. ബിക്കോസ് അവരാരെയും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി അടുത്ത കാറ്റഗറി എന്താ? അത് അവരെ പറയുന്ന പേരാണ് ഹെറ്ററോട്രോഫിക്. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ദ വേർഡ് ഹെറ്ററോ മീൻസ് ഡിഫറെൻ്റ് എന്നാണ്. ആൻഡ് ട്രോഫിക് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഹിയർ ടു ട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷൻ എന്നാണ്. അപ്പം നമുക്ക് ഹെറ്ററോട്രോഫിക് എങ്ങനെ പറയാം? ഓർഗാനിസംസ്, ദേ ആർ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. നിങ്ങൾ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വി ആർ ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ പ്ലാന്റ്സ് അല്ലേ? ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കുന്നത്? രാവിലേക്ക് ഇഡ്ഡലി, ദോശ അല്ലേ? അപ്പോൾ അതെല്ലാം പ്ലാന്റിൻ്റെ പ്രോഡക്റ്റ് അല്ലേ? അരി ആയാലും ഉഴുന്നായാലും എല്ലാം നമുക്ക് പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഗോതമ്പ് പ്ലാന്റിൽ നിന്നല്ലേ കിട്ടുന്നത്. സോ ഫോർ ഈച്ച് ആൻഡ് എവറി ഫുഡ് മെറ്റീരിയൽസ് വി ആർ ഡിപ്പെൻഡിങ് ഓൺ പ്ലാന്റ്സ്. ആനിമലിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ മിൽക്ക്, എഗ്സ്, മീറ്റ് ആൻഡ് ഓൾ. അപ്പം നമ്മൾ എപ്പോഴും ഡിപ്പെൻഡേഴ്സ് ആണ്. വി ആർ നോട്ട് ഹാവിങ് ദ എബിലിറ്റി ടു പ്രിപ്പയർ our own food materials. That's why we are depending on other organisms like plants or animals. പക്ഷേ always we are depending on plants for our food. മീറ്റും എഗ്സും മിൽക്കും ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആനിമലിനെ. എങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? പ്ലാന്റ്സിനെയാണ്.
ആസ് വി ആർ ഡിപ്പെൻഡേഴ്സ്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. വൈ വി ആർ ഡിപ്പെൻഡിങ് അതർ ഓർഗാനിസം? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്? വി ആർ നോട്ട് ഹാവിങ് ദ എബിലിറ്റി ടു പ്രിപ്പയർ ഫുഡ് മെറ്റീരിയൽസ്. നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡിനെയാണ് നമ്മൾ അരി എന്നൊക്കെ പറയുന്നത്. പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡാണ്. ഗോതമ്പെന്ന് പറഞ്ഞാലും പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡാണ്. അപ്പോൾ പ്ലാന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് വി ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദം. കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇനി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിനെ, ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല. നമ്മൾ റൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനിമൽസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോഴി മുട്ടയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? പല ജീവികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂട്രീഷൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെറ്ററോട്രോഫ്സ്. ബിക്കോസ് വി ആർ ഡിപ്പെൻഡിങ് ഓൺ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഫോർ ഒബ്റ്റെയിനിങ് ഫുഡ്. ഫുഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല ഓർഗാനിസത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഓർഗാനിസംസ് ആർ മേജർലി ഡിവൈഡഡ് into two. What are they? Autotrophs and heterotrophs. Auto means what? Self. Trophs means what? Nutrition. So autotrophs are organisms. They are having the ability to prepare their own food materials. They are not depending on other organisms, plants. Coming to heterotrophs, hetero means what? Different. Trophic means nutrition. They are organisms. They are depending on other organisms for obtaining food, because heterotrophs are not having the ability to prepare food materials. As they are depending on different organisms, we are calling them as what? Heterotrophs. പല ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിച്ചത്. എല്ലാ ഹ്യൂമൻ ബീയിങ്സും ആനിമൽസും എല്ലാം തന്നെ എന്താണ്? ഹെറ്ററോട്രോഫ്സ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കൂടുതൽ ഡിവിഷനിലേക്ക് പോവാണ്. ഓട്ടോട്രോഫ്സ് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിനവർ ഏത് സോഴ്സാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബേസിൽ അവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. റെഡിയല്ലേ? നോക്കൂ, ഓട്ടോട്രോഫ്സിനെ നമ്മൾ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബോർഡിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് കാണുന്നത്? വി ഹാവ് ഡിവൈഡ് ദം. ഫസ്റ്റ് വൺ, ഫോട്ടോ ഓട്ടോട്രോഫ്സ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ അതല്ലല്ലേ? ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫോട്ടോ മീൻസ് ലൈറ്റ് എന്നാണ്. സോ ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ ആരെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ദേ ആർ യൂട്ടിലൈസിങ് ലൈറ്റ് എനർജി. വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് എനർജി? ലൈറ്റ് എനർജിയുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഏതാ? നമ്മുടെ സൺലൈറ്റ്. വേറെ ഏത് സോഴ്സ് അല്ലേ? സൺലൈറ്റ് ആണ്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഇൻ ദ യൂണിവേഴ്സ്. ഏത് എനർജിയുടെയും ഒരു അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അപ്പോൾ ആ സൺലൈറ്റിനെ ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് വി ആർ കോളിംഗ് ദം ഫോട്ടോ ഓട്ടോട്രോഫ്സ്. They are depending on, or they are utilizing sunlight for the production of food materials. All green plants, all green plants are depending on sunlight, or they are utilizing sunlight for the production of food. Blue-green algae, along with the green plants, blue-green algae also using sunlight for preparing food. അപ്പോൾ ലൈറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത കെമിക്കൽ എനർജി ആക്കുന്ന, അല്ലെങ്കിൽ ലൈറ്റ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഓട്ടോട്രോഫ്സ്. ഇനി അടുത്തതിലേക്ക് പോകാം. കീമോ എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽസ് എന്നാണ് അല്ലെ? കീമോ മീൻസ് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് കെമിക്കൽസ് എന്നാണ്. സോ കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത് ദേ യൂട്ടിലൈസ് കെമിക്കൽസ്. ഒരാൾ ലൈറ്റിനെ ഉപയോഗിക്കുന്നു, മറ്റേ ആൾ കെമിക്കൽസിനെ ഉപയോഗിക്കുന്നു. കെമിക്കൽസ് ലൈക്ക് സൾഫർ ബാക്ടീരിയൊക്കെ ഉണ്ട്. അവർ സൾഫർ എന്ന് പറയുന്ന ആ ഒരു കെമിക്കലിനെ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? കീമോ ഓട്ടോട്രോഫ്സ് യൂട്ടിലൈസ് കെമിക്കൽ എനർജി ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് മെറ്റീരിയൽസ്. ഹിയർ photoautotrophs utilizes sunlight for preparing food materials, whereas chemoautotrophs utilize chemical energy for preparing food materials. Sulfur bacteria
Sulfur bacteria, from the name itself you can understand. Sulfur bacteria utilizes sulfur. സൾഫർ എന്ന് പറയുന്ന കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് തന്നെ സൾഫർ ബാക്ടീരിയ എന്ന് വന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഹെറ്ററോട്രോഫ്സിലേക്ക് പോകാം. ഹെറ്ററോട്രോഫ്സിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം. പല ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പല കാറ്റഗറിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ തന്നെ ആലോചിച്ച് നോക്കുക. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ അച്ഛന് ഇഷ്ടമുള്ള കുറേ ഫുഡ് ഉണ്ടാവും, അമ്മയുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഇല്ലേ? അപ്പം നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമുക്ക് ആ ഒരു വേർതിരിവ് കാണാൻ പറ്റും. ആൻഡ് ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സറൗണ്ടിങ്സ്. ഒരുപാട് പക്ഷികളെ, ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? എല്ലാവരും ഒരേ രീതിയിലാണോ? ഈച്ചയുണ്ട്, ഉറുമ്പുണ്ട്, നമ്മുടെ ലീച്ചുണ്ട്, അല്ലെങ്കിൽ കൊതുകുണ്ട്, അങ്ങനെ പല ജീവികളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ ജീവികൾക്കും ദേ ആർ ഹാവിങ് ദെയർ ഓൺ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ. because they are living on different habitat. പല ഹാബിറ്റാറ്റുകളിൽ they are having different habits too. അല്ലേ? പല ഹാബിറ്റാറ്റ്, പല ഹാബിറ്റ്സ്. അപ്പോൾ ഒരുപാട് ഹാബിറ്റാറ്റിൽ ഒരുപാട് ഹാബിറ്റുമായിട്ട് ജീവിക്കുമ്പോൾ they need different types of food. അതിന് വേണ്ടിയിട്ട് അവരെയും നമ്മൾ ഒരുപാട് കാറ്റഗറിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. ആദ്യത്തെ കാറ്റഗറി herbivores. All these things I think you have learned before, like 5th or 6th. പഠിച്ചിട്ടില്ലേ? കുറച്ചൊക്കെ അറിയാം, എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? എനിവേ, ഹെർബിവോസ് എന്നാണ് പറഞ്ഞത്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെർബ്സ് പ്ലാന്റ്സ് എന്നാണ്. ഹെർബ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ്. നോർമലി നമ്മൾ ഹെർബ്സ് എന്നുള്ള വേർഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് പ്ലാന്റിനെയാണ്. സോ ഹെർബിവോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ആനിമൽ ദേ ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ പ്ലാന്റ്സ്. പ്ലാന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന പേരാണ് ഹെർബിവോസ്. പ്ലാന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അങ്ങനെയുള്ള ആരെ അറിയാം നിങ്ങൾക്ക്? പശു അല്ലേ? ഗോട്ട്, ഷീപ്പ്, അതുപോലെ കൗ, ഇവരെല്ലാം, മാൻ, ഡിയർ, ഇവരെല്ലാം ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്ലാന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവരിൽ നിന്നും ന്യൂട്രീഷൻ എടുക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഹെർബിവോസ്. ആനിമൽസ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ്സ്. നമ്മുടെ പാവം പശുവും മാനും ഒക്കെ പ്ലാന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. സോ വി ആർ കോളിംഗ് ദം ആസ് വാട്ട്? ഹെർബിവോസ്. പഠിച്ചില്ലേ? നെക്സ്റ്റ് നോക്കാം. അടുത്തത് കാർണിവോസ്. അരെ, കാർണിവോസ് എന്ന് പറയുന്നത് ദേ ഫീഡ് ഓൺ ആനിമൽസ്. വേറെ ആനിമലിനെ ഫീഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മീറ്റ് ഇഷ്ടപ്പെടുന്ന മീറ്റ് ലവേഴ്സ് ഉണ്ട്. പ്ലാന്റ് അല്ല അവർക്ക് ഇഷ്ടം, അവർക്ക് ആനിമൽസിനെയാണ് ഇഷ്ടം, മീറ്റാണ് ഇഷ്ടം. അങ്ങനെ ഫ്ലഷിനെ അല്ലെങ്കിൽ മീറ്റിനെ, അതർ ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാർണിവോസ് എന്ന് വിളിക്കുന്നത്. ദേ ഫീഡ് ഓൺ ഫ്ലഷ് ഓഫ് അതർ ആനിമൽസ്. അങ്ങനെ മറ്റുള്ള ആനിമൽസിൻ്റെ ഫ്ലഷിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ മീറ്റിനെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാരൊക്കെയാണ്? ലയൺ അല്ലേ, ടൈഗർ, അവരൊക്കെ പ്ലാന്റ് ആണോ കഴിക്കുന്നത്? അവരൊക്കെ പാവം പിടിച്ചാൽ ഈ പറയുന്ന പോലെ മുയൽ, മാന് ഇതിനൊക്കെ ഓടിച്ചിട്ട് പിടിച്ചാൽ കഴിക്കുന്നത് അല്ലേ? സോ ദേ ആർ കാർണിവോസ്. ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലഷ് ഓഫ് അതർ ആനിമൽസ്. അടുത്ത കാറ്റഗറി ആരാ? ഓംനിവേഴ്സ്. ആരാ ഓംനിവേഴ്സ്? കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ടല്ലേ? നമ്മളൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്? ഓംനിവേഴ്സിൽ വരുന്ന ആൾക്കാരാണ്. എന്താ കാര്യം? വി ക്യാൻ ഫീഡ് ഓൺ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ? പ്ലാന്റ്സ് ആണെങ്കിൽ ചോറും തൈരും തോരനും ഒക്കെ കൂട്ടി നമ്മൾ കഴിക്കുന്നുണ്ട്. ആൻഡ് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അങ്ങനെയും നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ? ചിക്കനൊക്കെ കഴിക്കുന്നില്ലേ? നന്നായിട്ട് കഴിക്കുന്നുണ്ട്, എനിക്കറിയാം. സോ അപ്പോൾ നമ്മൾ ഒന്നാലോചിച്ചൊക്കെ ഫിഷ് കഴിക്കുന്നുണ്ട്, മീറ്റ് കഴിക്കുന്നുണ്ട്. ലോങ് വിത്ത് ദാറ്റ് വി ആർ ഹാവിങ് റൈസ്, വീറ്റ് ആൻഡ് ഓൾ. പ്ലാന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റിനെയും ആനിമൽസിനെയും ഒരുപോലെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഓംനിവേഴ്സ്. സംശയമൊന്നുമില്ല, നമ്മൾ ഓംനിവേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഡോഗും ഹ്യൂമനും ഒക്കെ. വി ക്യാൻ ഫീഡ് ഓൺ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതും പഠിച്ചില്ലേ? ഇനി ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ജനറൽ കാറ്റഗറി പറയുമ്പോൾ ഈ 3 കാറ്റഗറിയാണ് പറയുന്നത്. ഹെർബിവോസ്, ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ പ്ലാന്റ്സ്. Carnivores, they are depending on the flesh of other animals. Then omnivores, we are depending on, or omnivores are depending on both plants and animals. ഇനി അതല്ലാതെ കുറച്ച് സ്പെഷ്യൽ, കുറച്ച് കേമന്മാരുണ്ട്, കുറച്ച് വേറെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ ആരൊക്കെയാണെന്ന് നോക്കാം. അവരിൽ ആദ്യത്തെ കാറ്റഗറി വരുന്നത് ഡെട്രിറ്റിവോസ് ആണ്. ഡെട്രിറ്റിവോസ് എന്ന് പറയുമ്പോൾ തന്നെ ഡെട്രിറ്റിവോസ് എന്നാണ് പറയുന്നത്. അതായത് ഡെഡായിട്ടുള്ള,
ഓർഗാനിക് മാറ്റേഴ്സിൽ ഡീക്കേഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിൽ ഫീഡ് ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഡെട്രിറ്റിവോസ്. ഫീഡ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ്. ആനിമൽസോ അല്ലെങ്കിൽ പ്ലാന്റ്സോ ഒക്കെ മരിച്ചു കഴിഞ്ഞ് അവരുടെ ബോഡിയൊക്കെ അഴുകിക്കഴിയുമ്പോൾ അങ്ങനെ ഡെഡ് ആവുന്ന ഡീക്കേഡ് ആകുന്ന സാധനങ്ങളിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ആ കാറ്റഗറിയെ പറയുന്ന പേരാണ് ഡെട്രിറ്റിവോസ്. എക്സാമ്പിൾ എർത്ത് വോം. നിങ്ങൾ കണ്ടിട്ടില്ലേ മണ്ണൊക്കെ കുഴിക്കുമ്പോൾ? കൃഷിയൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അറിയാം, നമ്മൾ മണ്ണൊക്കെ കുഴിക്കുമ്പോൾ നല്ല അത്യാവശ്യം ഈ പ്ലാന്റിൻ്റെ സാധനവും ആനിമലിൻ്റെ സാധനവും ഒക്കെ കിടക്കുന്ന സ്ഥലത്തെല്ലാം ഇയാളുണ്ട്, എർത്ത് വോം. കാരണം അയാൾ ഡീക്കേഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിലാണ് ഫീഡ് ചെയ്ത് ജീവിക്കുന്നത്. നെക്സ്റ്റ് വൺ, സാങ്ക്യുവോസ്. സാങ്ക്യുവോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ശല്യപ്പെടുത്താൻ ഒരാൾ വരും അല്ലേ, കൊതുക് വരത്തില്ലേ? സാങ്ക്യുവോറാണ്. വാട്ട് ഇറ്റ് ഈസ് ഹാവിങ്? എന്താണ് കഴിക്കുന്ന അയാൾ? ദേ ഫീഡ് ഓൺ വാട്ട്? ബ്ലഡ്. ബ്ലഡ് കുടിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സാങ്ക്യുവേഴ്സ്. ആ കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ ലീച്ച്, കൊളയട്ട, അതുപോലെ തന്നെ മോസ്കിറ്റോ. നമ്മൾ ഈ ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പം ലീച്ചിനെ കണ്ടിട്ടില്ലേ? ബ്ലഡ് മാത്രം കഴിച്ച് ജീവിക്കുന്ന സാങ്ക്യുവോറാണ്. അതുപോലെ തന്നെ ഫീമെയിൽ മോസ്കിറ്റോ. മെയിൽ മോസ്കിറ്റോ പ്ലാന്റിൻ്റെയൊക്കെ പോളനൊക്കെ എടുത്താൽ ജീവിക്കുന്നത്. ഫീമെയിൽ മോസ്കിറ്റോ എല്ലാം സാങ്ക്യുവേഴ്സാണ്, നമ്മുടെ ബ്ലഡ് കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അടുത്തത് ഫ്രൂഗിവോസ്. ഫ്രൂഗിവോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നല്ല ആൾക്കാരായിരിക്കും അല്ലേ? ഫ്രൂട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ഫീഡ് ഓൺ ഫ്രൂട്ട്സ് ആണ്. നമ്മുടെ പാരറ്റൊക്കെ, തത്തയൊക്കെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ തത്തയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. പാരറ്റ്സ് കോമൺലി നമ്മൾ ഫ്രൂഗിവോസ് എന്നാണ് പറയുന്നത്. അവർ ഫ്രൂട്ട്സിനെ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് വൺ, ഇൻസെക്ടിവോസ്. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ദിസ് ഫ്രൂഗിവോസ്, ഇൻസെക്ടിവോസ് ഒക്കെ വെൻ യു ആർ ഹിയറിംഗ് ദ ടേം ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫ്രൂട്ടിനെ കഴിക്കുന്നതുകൊണ്ടാണ് ദേ ആർ നോൺ ബൈ ദ നെയിം ഫ്രൂഗിവോസ്. ദെൻ ഇൻസെക്ടിവോസ്, ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ബാറ്റ്സ്, ഹൗസ് പാരോ ഒക്കെ. കുഞ്ഞു കുഞ്ഞ് ചെറിയ വീട്ടിൽ പോലത്തെ ജീവികളെയൊക്കെ പിടിച്ച് ഗ്രാസ് ഹോപ്പർ പോലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഈറ്റ് ചെയ്യുന്ന, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഹൗസ് പാരോയും ബാറ്റ്സും ഒക്കെ. അപ്പോൾ ഇൻസെക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഇൻസെക്ടിവോറസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്കൊന്ന് ഓർക്കാം. അതിൻ്റെ കൂടെ ഓർക്കുമോ? യെസ്, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. എന്താ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? ഒന്ന്, ഹൗ വി ആർ ഒബ്റ്റെയിനിങ് ഫുഡ്. സെക്കൻഡ് തിങ് എന്താ? ഹൗ വി ആർ യൂട്ടിലൈസിങ് ഇറ്റ്. Based on nutrition, we have classified the organisms into, പറഞ്ഞോ, 2. What are they? Autotrophs and heterotrophs. Autotrophs are organisms which are preparing their own food materials and they are self-dependent. Heterotrophs are depending on other organisms for obtaining food as they don't have the ability to prepare food. When you're comparing the autotrophs, we learned 2 types of autotrophs based on what it is using for food production. The organisms or plants which are using sunlight for the production of food, we are calling them as photoautotrophs. Those which are depending on chemicals for preparing food, we have called them as chemoautotrophs.